എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ കണ്ടാ തിരിച്ചറിയാവുന്ന ഒരേ ഒരു പെൺകുട്ടി ദർശനം മാത്രം. ദർശനം മുടി കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ദർശന. ഒരു 3 ഫ്ലോറോളം ഞാനാ പറഞ്ഞു ഒറ്റ സ്റ്റേറ്റില്ല പഞ്ചവർണ്ണ കൊണ്ടോ ദർശന. ഓ എന്തോ പറഞ്ഞു. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ല. ഞാൻ ഒന്ന് വരും. ദർശന ഞാൻ പരിചയപ്പെട്ട ദിവസമേ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാന് ഗ്യാങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് എന്റെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് TV ആണ്. അതെനിക്കറിയാം. എന്നെ അങ്ങനെ കളർ ഡ്രസ്സിൽ പോലും അധികം കാണാറില്ല. ഞാൻ ഫുൾ ടൈം ഈ ഗ്യാങ് ഡ്രസ്സിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. അതൊക്കെ എനിക്കറിയാം. അപ്പൊ പെട്ടെന്ന് നമ്മള് കാണാൻ വേണ്ടി ഞാൻ മുതുക്കിലോട്ട് വന്നപ്പോ പെട്ടെന്ന് അവിടെ കടയുടെ മുമ്പിൽ അടിയായി. അതെ, കടയുടെ മുമ്പിൽ പ്രശ്നമായപ്പോ എനിക്ക് പോകേണ്ട വന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മളാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് വാറായി, സിറ്റുവേഷനായി, വാറടിച്ചങ്ങ് തീർത്ത്. ഞാൻ ദർശനോട് സംസാരിക്കണോണ്ട് നമ്മള് പെട്ടെന്ന് അങ്ങനെ അധികം സംസാരിക്കുന്നില്ല. പ്രിയവാറ് വാറ് ഇനിഷ്യൽ സിറ്റുവേഷൻ എല്ലാം കൂടെ ഒരു 15 മിനിറ്റ് തീർത്ത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് വാറായിരുന്നു. ഞാൻ എനിക്ക് പെട്ടെന്ന് തീർക്കണം, ദർശനെ കാണണം എന്നുള്ള ഒരു ഇന്റൻഷൻ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കിന് ഞാനൊരു 7 പിക്കങ്ങ് എടുത്ത്. പ്രിയവാറിൽ 7 പിക്കും വാറിൽ 8 പിക്കും. താങ്ക് യു. അതെ, ഞാൻ ഇപ്പൊ ഇത് അമ്മാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണത് പോലെ ഡിലേ ആവും എല്ലാരും. ഞാൻ പെട്ടെന്ന് മുന്നിൽ നിന്ന് അതൊക്കെ ചെയ്തു. ഞാൻ സാധാരണ അങ്ങനെ കോൾസ് ഒന്നും വിളിച്ച് കളിക്കണതല്ല. നമ്മുടെ ഇപ്പൊ IGL ആയിട്ട് അപ്പാപ്പനും ഹരിയും അവരൊക്കെയാണ് സാധാരണ കോളൊക്കെ വിളിച്ച് കളിക്കണേ. ഇത് ഞാൻ പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ കോൾ വിളിച്ച് ഞാൻ തന്നെ ഫ്രാഗ് ചെയ്ത് പെട്ടെന്ന് തീർത്തു. സാറുടെ കാര്യം പറയല്ലേ ഇപ്പൊ എനിക്ക് വേണ്ടി ഏത് പാട്ടാ പാടണേ? പാട്ട് ഇവനൊക്കെ പാട്ടൊക്കെ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? സാറയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കുട്ടിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണോ? മമ്മൂട്ടി ഇഷ്ടമാണോ? അവർക്ക് രണ്ടുപേർക്ക് കുട്ടിയെ തിരിച്ചിഷ്ടമാണോ? അത്രേ ഉള്ളൂ വഴി. ഇപ്പൊ സാറക്ക് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചിഷ്ടപ്പെടണമെന്നില്ലല്ലോ. അങ്ങനെ അതാണ് ബേസിക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇല്ലേ, നമ്മള് ഇപ്പൊ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഇഷ്ടമാണ് ഡേറ്റിന് പോകുന്ന പറയുമ്പോ എനിക്ക് പെട്ടെന്ന് മുഖത്ത് നോക്കി നോ എന്ന് പറഞ്ഞ് ഹാർഷായിട്ട് സംസാരിക്കാൻ അറിഞ്ഞൂടാ. ഡേറ്റിങ്ങിന് പോയല്ല, ഞാൻ പറയാം. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലെ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ നമ്മൾ ആ സെയിം ഡേയിലാണ് സൂര്യബോസിന്റെ ബർത്ത്ഡേ, ചന്ദ്രന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ അവിടെ പോയി അവിടെ വെച്ചാണ് അവസാനമായിട്ട് കണ്ടതും. അല്ലെങ്കിൽ കുട്ടി സാറോട് തന്നെ ചോദിച്ചു നോക്കി, ഞാൻ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ അന്നേ അണ്ണനോട് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വിളിച്ചു ചോദിക്കുക അണ്ണനോട് തന്നെയാ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അണ്ണനെ വിളിച്ചു ചോദിച്ചു. അല്ലല്ല, പെട്ടെന്ന് എന്താ ഞാൻ ഡേറ്റിന് പോയ കാര്യമൊക്കെ എന്താണ് ദർശന ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. അല്ല, അത്രയൊക്കെ പരിചയപ്പെട്ടല്ലേ, അപ്പൊ ഞാൻ ഓർത്ത് എന്നോട് പറയായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. ഓ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ദർശനോട് പറയുമായിരുന്നല്ലോ. അപ്പൊ ഷെയർ ചെയ്യാഞ്ഞപ്പോ ഞാനതോ അപ്പൊ നമ്മളെ ഒന്നും അങ്ങനെ അത്രയും അടുത്ത ആൾക്കാരായി കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും ഷെയർ ദർശനയൊക്കെ നമ്മളിപ്പോ അത്രയും പേര് നിന്നതിൽ ഞാൻ ദർശനെന്ന് മാത്രമല്ല വന്ന് വിളിച്ചുള്ളൂ. അവിടെ വേറെ ഏതൊക്കെയോ കുട്ടികളുണ്ട്. എനിക്കാണെങ്കിൽ ഇവറ്റകളുടെ പേര് പോലും അറിയത്തില്ല. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ കണ്ടാ തിരിച്ചറിയാവുന്ന ഒരേ ഒരു പെൺകുട്ടി ദർശനം മാത്രം. വേറെ ആരെയും കണ്ട പേര് പോലും അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് ഈ കുട്ടി എന്ന് ഞാൻ വിളിക്കണത് അതുകൊണ്ടല്ലേ. എല്ലാരെയും ആരെയും വെറുപ്പിക്കണ്ട, മനസ്സിലായ? എനിക്ക് ദർശനയുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അപ്പിയറൻസ് വൈസ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ദർശനെ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ആ മറ്റേ എലിയെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. കാരണം സിറ്റിയിൽ ഇമ്മാരി ഒരു എരണം കെട്ട കോലം വേറൊരു പെണ്ണിനില്ല. മറ്റേ ഈ കൊക്കിന്റെ അട്ടയുടെ ഒക്കെ കൂടെ നടന്ന് അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ഉണ്ട് അവർക്ക്. അത് കാണുമ്പോ എനിക്ക് അവളെ തിരിച്ചറിയാം. പിന്നെ ദർശനെ ചെലപ്പോ ഞാൻ ഒന്ന് മുടിയൊന്ന് അഴിച്ചിടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇനി തിരിച്ചറിയാണ്ടിരിക്കുവോ? ദർശനം മുടി കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ദർശന.
ഹലോ എടാ ഞങ്ങള് കാര്യം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു കുട്ടികൾ എന്തോ പേഴ്സണൽ കാര്യമാണ്. എനിക്ക് ചെവിയോട്ട് വേണം, എന്റെ ചെവി കളഞ്ഞിരിക്കുവായിരുന്നു. ആണല്ലേ ഭയങ്കര ചെവിയൊക്കെ വയ്യ. സിംഗിൾ സോൾട്ടുള്ളവർക്ക് ക്രിഞ്ചം തോന്നുവേ. പറഞ്ഞ ദർശന അല്ല അപ്പം ഈ കഴിഞ്ഞ ദിവസം നടന്നതൊക്കെ നമുക്കറിയാലോ. ചന്ദ്രൻ നമ്മൾക്ക് ഫസ്റ്റ് അടിച്ചു, അങ്ങനെ കൊറേ കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചു. സന്തോഷ ദിവസമായിരുന്നു. വിഷയം മാറ്റിയതാ വിഷയം ഞാൻ മാറ്റി. ഞാൻ ഇവിടെ സോഷ്യൽ പഠിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു. നീ വന്നപ്പോ മാത്സ് ആക്കി. എന്തേ കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്നാ. എന്താടാ കേട്ടില്ല. കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ മാത്സ്. കണക്കുകളെ അത് സ്വന്തം കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര കണക്കാണേ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ മാത്രമേ കണക്കുകൾ ശരിയാവാതിരിക്കുള്ളൂ. അതെന്താ അങ്ങനെ? ഒന്നുമില്ല. എന്താണ് പരിപാടി? എന്തുവാ? ഞാൻ എനിക്ക് ഭയങ്കര തലവേദനയാടാ. ഞാൻ ഇറങ്ങാൻ പോവായിരുന്നേ. പോവാണ് ഇപ്പഴേ? ഭയങ്കര തലവേദന. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാ. ഇല്ല ചെറിയ കുറച്ചേരം നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിന്നേനെ. എനിക്ക് ഭയങ്കര തലവേദന. ഞാൻ ഇറങ്ങാൻ പോവായിരുന്നു. പോയിട്ട് അണ്ണാ തലവേദനയാണെങ്കിൽ ഹെൽത്ത് ബാഡോ അണ്ണാ പോയിട്ടോ. നമ്മൾ കുട്ടിക്ക് അണ്ണ ഈ പെണ്ണുങ്ങളെ കൂടെ തലവേദന അല്ലടാ അതൊന്നും അല്ല. അതല്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിന്നോടൊക്കെ. നീയൊക്കെ ഏതെങ്കിലും ആളുമാരെ സെറ്റ് ചെയ്യാൻ പോണ സമയത്ത് ഒരു മൊമെന്റിലെങ്കിലും ഞാൻ ശല്യപ്പെടുത്താൻ വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ്. അണ്ണൻ അതുകൊണ്ടല്ല ബുദ്ധിയില്ലെന്ന് പറയുന്നത്. നമ്മള് പെണ്ണുങ്ങളെ ആദ്യം നിർത്തണം. ഒരു വണ്ടി എവിടെങ്കിലും ഞാൻ ഒരു സെക്കൻഡ് പഞ്ചവർണ്ണ കൊണ്ടോ നിനക്ക് ഒരു മാസം സസ്പെൻഷൻ അല്ലായിരുന്നു? അത് കഴിഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് വന്നേ? ഞാന് പിന്നെ ഗ്യാങ് മറ്റേ പ്രയോറിറ്റി കൊടുക്കണ്ടേ? ഇപ്പൊ റോള് കിട്ടി ഇപ്പഴേ വന്നാണ്ടാ. അതാന്നെന്നാ എന്റെ സ്നേഹം. ബാക്കിയുള്ള ആൾക്കാരെ പോലെ സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കലില്ല ഞാൻ ആരും. എനിക്കിത് കാണുമ്പോ ഉണ്ടല്ലോ ഇത് കേട്ടോ സ്റ്റിക്കർ ഒട്ടിച്ച് എന്താണ് എനിക്ക് വയ്യ. എനിക്ക് മോപ്പിനെ നോക്ക് ബേക്കരി അവനവിടെ മുടിഞ്ഞു പോണ. അത് ഊരൂല നോക്ക്. ഓ ഇങ്ങനെ കൊക്കിയൊക്കെ പിടിച്ചേക്കുന്ന കാര്യമാണോ? അങ്ങനെ നീ ജിഗുറുവിനെ എന്താ പറയും? ബാലനതൊക്കെ അണ്ണാ നമ്മളിതൊക്കെ വിട്ടല്ലോ. ഞാൻ പിന്നെ ചെറിയ ചെക്കനെ പറയാം. ചെറിയ ചെക്കനാ നിന്റെ മുച്ചിരി. ഒന്ന് ജസ്റ്റ് വന്നേടാ. നീ ഇങ്ങോട്ട് വന്നേടാ. മുച്ചിരി നിനക്കൊരു വിചാരമുണ്ട്. നീ സിറ്റിയിൽ എന്തോ വലിയ ഗുണ്ട, നീ എന്തോ വലിയ മാസ് ആളാണെന്ന് നീ എല്ലാവരുടെ ശരിയല്ലേ? ടി വി ആകുമ്പോ അറിയാലേ എല്ലാരും കിടക്ക പറിക്കും. പക്ഷേ ഉണ്ടല്ലോ നിനക്ക് ഇച്ചിരി കൂടുതലാണേ. നിന്റെ വർത്താനോടി കുറച്ച് കൂടുതലാണേ. ഇല്ല ഞാൻ എന്റെ അടുത്ത് ആരും വരെയില്ല. അങ്ങനെ ആരും പെണ്ണുങ്ങളൊന്നും അനാവശ്യമായി സംസാരിക്കില്ല. എടാ പെണ്ണുങ്ങളുടെ മാത്രല്ല, പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യമാണോ നിന്റെ അടുത്ത് പറഞ്ഞത്? അല്ലല്ലോ. എടാ ഷെയ്ക്കൊക്കെ ആയിട്ട് നമ്മള് നല്ലൊരു റിലേഷൻഷിപ്പിൽ പോകുന്നതല്ലേ? നീ മെസ്സ് അടിക്കണ നീ കുറച്ചു മുമ്പ് നീ ഷെയ്ക്കിനെ എടാ പോടാന്നൊക്കെയാണല്ലോ വിളിക്കണേ. ഇല്ല ഷെയ്ക്കും ഞാനും ചങ്കും കാത്തിരുന്ന് അതാ ഞാനും ഷെയ്ക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആണാ. അങ്ങനെ അറിയാത്തണ്ടാ നമ്മള് ഡാഡാ ബന്ധയില്ലേ? ആണല്ലേ? ആ പിന്നെ ഞാനാ മറ്റേ കുറച്ച് കല്ലെല്ലാം വെക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തിന് ബുർജ് ഖലീഫയിൽ. പണിയുമ്പോ ഞാന് ആടെ ഒരു 3 ഫ്ലോറോളം ഞാനാ പണി ഒറ്റക്ക്. എന്ത് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത്? കല്ല് വെക്കാൻ. ഓരോരോ കല്ല് വെച്ച് സിമെന്റ് ഇട്ടിട്ട് ഞാനാ ചെയ്തേ. ഗ്ലാസ് വെച്ച ഞാനല്ല, വെക്കാന് കല്ല് വെച്ച ഞാന് ആടെ. മറ്റേ ബുർജ് ഖലീഫയിലെ കല്ല്. എന്നാ ചോദിച്ചോക്ക് വേണമെങ്കിൽ ചോദിക്കണ്ട. വേണ്ട ഓന് ബേജാറോ. ഞാൻ പിന്നെ ഇതാക്കി വിചാരിക്കും. അങ്ങനെ ചോദിക്കല്ല അണ്ണാ. നിന്റെ മെസ്സടി കുറച്ചോ കേട്ടോ. ഞാൻ എന്താ പറഞ്ഞത്?
ടി TGV സി വി ERT ABCD പഠിക്കുന്നുണ്ടോ? ഇ ആർ ടി அவ்வளவுதான் மாட்டிக்கிட்டியா അണ്ണാ ഇതൊക്കെ എന്തിനാ? കൊച്ച കുട്ടി താഴെ വെച്ചേ കൊച്ച്. കൊച്ച് സമ്മതം, ഒരാളുടെ സമ്മതം ഇല്ലാതെ ചെയ്ത് കൊച്ച് താഴെ വെച്ചേ കൊച്ച്. ഇതൊക്കെ മോശമല്ലേ? உனக்காக மட்டும் தான் விட்டேன் இப்ப നിങ്ങളുടെ മോളുടെ പ്രായമുള്ളതിന് ഇല്ല உனக்கு மட்டும் സൂക്കറല്ല. அத்தனை பேர் குனிஞ்சுட்டா കോച്ചിനിപ്പോ പിടുത്തം ദർശന കൂടുതലാണ്. ഒന്ന് വന്നേ. ദൈവമേ, ആദ്യം എന്റെ അടുത്തോട്ട് ഓടി വരുന്നത് ഏതവനാണല്ലോ അടുത്ത വാറിൽ പുഴുത്ത് ചാവണേ, അവനെ ഹോസ്റ്റലായിട്ട് കൊണ്ടുപോണേ. ദർശന, കോച്ച് അങ്ങനെയാണ്. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വെടിവെച്ചിട്ടാ മതി, കുഴപ്പമില്ല. വെടിവെക്കാനായിട്ട് ഗണ്ണില്ല. എത്ര കണ്ണ് വേണം ദർശനക്ക്? ഉണ്ടായിരുന്ന ഗണ്ണ് കഴിഞ്ഞ ദിവസം പേടി പിടിച്ചപ്പോ അവരെടുത്തോണ്ട് വന്നിരിക്കും. ഞാൻ ബുദ്ധിപരമായിട്ട് വേറെ കാറിൽ വെച്ചു. ദർശനാണ് നിക്ക്. കിട്ടിയോ? താങ്ക് യു. അതിന്റെ ആമ എന്റെ ഇല്ല, അത് വാങ്ങിക്കണം കേട്ടോ. അതെന്റെ ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ദർശനയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇതും കൂടെ വെച്ചോ. താങ്ക് യു. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. അല്ല, ഈ വണ്ടി എടുത്ത് ഓടിച്ചോ കേട്ടോ. ഓക്കെ. അത് അങ്ങനെ കിട്ടുന്നില്ലല്ലേ? അങ്ങനെ കിട്ടും, അങ്ങനെ കിട്ടും. ഇവിടെ സിറ്റിയിൽ അങ്ങനെ കിട്ടും. എന്റെ വണ്ടിയുടെ താക്കല്ല, ഞാൻ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. ദർശനയ്ക്ക് മാത്രമാണ് ഞാനിപ്പോ എന്റെ വണ്ടി ആദ്യമായിട്ട് കൊടുക്കണം, എന്റെ വണ്ടിയുടെ താക്കോല്. അത് വീടിന് മുമ്പിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും വന്ന് അൺലോക്ക് ആക്കി ദർശനയ്ക്ക് ഇഷ്ടമുള്ള അടുത്ത് പോകാം കേട്ടോ. ഓക്കെ ഓക്കെ ദർശന, അപ്പൊ ഞാൻ എന്നാ അമ്മരങ്ങനെയാണ്. ഞാൻ പോയിട്ട് വരാം ദർശന. നാളെ ഞാൻ കുറച്ച് നേരത്തെ വരാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ദർശനയുടെ അടുത്തോട്ട് വരാം, വിളിക്കാം. ഓക്കെ. ഈ അച്ചിപ്പട്ടികളില്ലാത്ത ഒരു ദിവസം. ഹലോ. ഓ അല്ലല്ല, നിങ്ങളെല്ലാരും എന്ത് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാ. ബാക്കപ്പ് ഉണ്ട്, അറിയാം ബാക്കപ്പ് ഉണ്ട്. നെക്സ്റ്റ് വാർ വാല ഹഗ് കൊടുക്കില്ലല്ലോ. ഹഗ്ഗൊന്നും ഇപ്പഴില്ല. ഇതൊക്കെ നാണോ? ഞാൻ എങ്ങനെ ഹഗ് കൊടുക്കുന്നു? പറയടാ. ഒരു കാര്യം ചോദിക്കുന്നത്, ദർശന കൂടെ നിൽക്കുമ്പം ഒരു മീനാറ്റടിക്കുന്നില്ലേ? ഇല്ല, കടൽ തീരത്തായോണ്ടായിരിക്കും അത്. അണ്ണാ, നാട്ടുകാര് പറയുന്ന അവളുടെ അച്ഛൻ വാവച്ചാണ് മീൻ പിടിക്കുന്നത്. എന്തൊക്കെയാണ് പറയണേ? അവക്ക് അച്ഛനില്ല ശരിക്കും. അവന്റെ അച്ഛനാ കൃഷോ? ശിവൻ. എടാ, അതൊക്കെ അവള് വെറുതെ പറഞ്ഞതാ. ഈ കഥ നമ്മൾ അന്ന് ക്ലിയർ ചെയ്ത് തന്നല്ലേ നീ? അതൊരു പാവം കൊച്ചാണ്, അതിനെ ഉപദ്രവിക്കില്ലേ? എനിക്ക് അത്രേ പറയുള്ളൂ. മോബി ഒന്ന് വന്നാൽ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഡൗട്ട്. ഇതൊക്കെ എന്നെ തളർത്താൻ പറയണോ? ഇതിലൊന്നും ഞാൻ വീഴാൻ പാടില്ല, മനസ്സിലായോ? മോബി, നിങ്ങള് ആയതിനു ശേഷമാണോ ഹഗ് കൊടുത്തത്, അതോ അതിനു മുമ്പാണോ ഹഗ് കൊടുത്തത്? റിലേഷൻഷിപ്പ് ആയതിനു ശേഷമാണ്. അതിന് ശേഷമാണല്ലേ ആദ്യത്തെ ഹഗ് കൊടുത്തത്? ഈ ഉമ്മ കൊടുത്തത് റിലേഷൻഷിപ്പ് ആയതിനു ശേഷമാണോ അതിന് മുമ്പാണോ? എല്ലാ റിലേഷൻ ആയിട്ട്. ഓക്കെ. അല്ല, നിങ്ങൾ ഈ ആൽഫ പിള്ളേരില്, ഞങ്ങള് ജെൻസി ആണല്ലോ, ഈ ആൽഫ പിള്ളേരിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഇല്ല, ഓക്കെടാ, താങ്ക് യു. പക്ഷെ അണ്ണന് ഒരു ഹഗ് കിട്ടിയായിരുന്നല്ലോ. അത് ഫ്രണ്ട്ഷിപ്പ് ഹഗ് ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോ. ജെൻസിയോ? പിന്നെ ഞാൻ ജെൻസിയല്ല, 1997 ജെൻസിയാണ് ഞാൻ. എന്താടാ ബാബു? യോ ബാല, നിന്നെ സ്നേഹം വരുമ്പോ ഞാൻ ബാലു എന്നല്ലേ വിളിക്കാതെ. ആണല്ലോ പക്ഷെ അണ്ണാ മുച്ചിരി എന്തിയാ?
എന്ത് ചെയ്യാൻ അപ്പ എന്ത് വെറുതെ പറയുന്നതാ വെറുതെ പറയുന്നതാ. എന്തൊരു ശബ്ദം പരുന്ത് വാസും തമിഴാ ഏതേ ഒരു തമിഴ് വെച്ച് ഇത് മറ്റേ കണ്ണാപ്പിന്റെ ലവർ ആണോ അത് മുച്ചിരിയുടെ അപ്പ കണ്ടാരാച്ചോ സ്റ്റാറ്റിട്ടുണ്ട് വരുന്ന നോക്കട്ടെ. ഒരു തൊപ്പി വെച്ചിട്ടാ. എന്തൊക്കെ തരം ആൾക്കാരല്ലേ ബാബുവിന്റെ അനിയനല്ലേ നിന്റെ കടൽ തുറന്നല്ലോ ആണല്ലേ സുഖമാണോ ഓക്കെ അല്ലേ ആര് വാസനയുടെ അനിയനാണ്? പറഞ്ഞോടാ ഫസ്റ്റ് മീറ്റിംഗ് മറക്കാൻ പറ്റൂല. ഒന്ന് വണ്ടി ഇടിച്ച് കൊന്നായിരുന്നു. ആണല്ലേ അറിയാതെ പറ്റി പോയത് കേട്ടാ ഞാനാ കൊന്നത്. ആണോ എന്താണ് അപ്പുറത്ത് ബാബു സേട്ട് ഇപ്പുറത്ത് വാസു അണ്ണൻ ഇതൊക്കെ എന്താ? ഇത് ബാബുന്റെ അനിയനാണ്. ബാബു വന്നാ ഞാൻ ഒരു ദിവസം എന്തായാലും കൊണ്ടുവരാം കേട്ടാ. ഓക്കെ ബാബു വരുമ്പോ ഞാൻ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് വിചാരിച്ചു. എനിക്കൊന്ന് ക്ലിയർ ചെയ്യണേ. സുഖം സുഖം. എന്താ എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ നീ പറയുന്നത്. ഓക്കെ 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 എടാ അവനും അതിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നെന്ന് മനസ്സിലായില്ലേ? ഓ അങ്ങനെയാണോ പറഞ്ഞത്? എടാ ബാബുവിന്റെ സംസാരം എനിക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാ. ലിപ്സ്റ്റിക് ഉണ്ട് തുടച്ച്. രണ്ടു വാക്ക് പറഞ്ഞു കേക്കട്ടെ. ആ സൗണ്ട്സ് ഒന്ന് കേക്കട്ടെ. എടാ അത് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മള് ചെറിയൊരു വാറൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് വന്ന. എന്താ നീ എന്താ പരിപാടി? ഇപ്പൊ വന്നേ ഉള്ളല്ലേ? അപ്പൊ ഇനിയിപ്പോ എത്ര നേരം ഉണ്ടാവും സിറ്റിയില്? ഹലോ കുറച്ചു നേരം ഉണ്ടാവല്ലേ? ഓക്കെ 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 ഓക്കെടാ കാണാം. ഞാൻ വരും. ഹലോ ഈ കുടുംബത്തിന്റെ നാഥൻ ആരാണ്? ഞാനാണ് പറഞ്ഞു പരന്തുവാസ്. എന്റെ ഗുരുനാഥൻ അവിടെ ഉണ്ടേ. പുള്ളി താങ്കളെ അർജന്റായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കണു. ഗുരുനാഥൻ ആരാണ്?